ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കലവറ ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനൊരു ഡെസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിസ്താഷ്യോ ടിരമസു. ഇത് നല്ലൊരു ഡെസേർട്ടാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 250 ഗ്രാംസിൻ്റെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലാസ് ബൗളിൽ വെച്ച് മെൽറ്റ് ചെയ്യുകയാണ്. ഇത് മെൽറ്റായതിനു ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിൽ 3 എഗ് യോഗ്സ് ഇടുക. അതിനുശേഷം 60 ഗ്രാംസ് ഷുഗറും ആഡ് ചെയ്യുക. എഗ് യോഗ്സും ഷുഗറും നല്ലതായിട്ട് മിക്സ് ചെയ്യുക. കളറൊന്ന് ഫെയിലായി വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിങ് സ്റ്റോപ്പ് ചെയ്യാം. ഏതാണ്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാംസ് മാസ്കപ്പോണെ ചീസ് ആഡ് ചെയ്യാം. ഇനി മാസ്കപ്പോണെ ചീസും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി 90 ഗ്രാംസ് പിസ്താഷ്യോ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ്. അതും ഇനി നല്ല സ്മൂത്തായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തണുക്കാൻ വെച്ചിരുന്ന വൈറ്റ് ചോക്ലേറ്റാണ്. അതും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാം അഗർ പൗഡർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിക്വിഡ് ഇതിനകത്ത് ഒഴിക്കുകയാണ്. എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിൽ 200 ml ഡബിൾ ക്രീം ഒഴിക്കുകയാണ്. അതിനുശേഷം 10 ഗ്രാംസ് ഷുഗർ ആഡ് ചെയ്യുന്നു. ഇനി തിക്ക് ഫോം ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ പിസ്താഷ്യോ മിക്സിയിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ടിരമസു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 42 സ്പഞ്ച് ഫിംഗേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിനി എങ്ങനെയാണ് ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സ്പഞ്ച് ഫിംഗേഴ്സ് ഡിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഫി തയ്യാറാക്കിയിരിക്കുന്നത് 250 ml ബോയിലിംഗ് വാട്ടറിൽ 2 ടേബിൾ സ്പൂൺ എസ്പ്രസ്സോ ആണ് എടുത്തിരിക്കുന്നത്. കോഫി തണുത്തതിന് ശേഷമാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ലെയർ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് നിരത്തി എടുക്കാം.
വീണ്ടും ഇതിലേക്ക് മിക്സ് സ്പ്രെഡ് ചെയ്ത് നല്ല സ്മൂത്തായി എടുക്കാം. പിസ്താഷ്യോ തിരമസ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ പിസ്താഷ്യോ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഹാൻഡ്ഫുൾ പിസ്താഷ്യോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതും ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഹൊറിസോണ്ടലായും വേർട്ടിക്കലായും ലൈൻസ് വരച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒരു ഡിസൈൻ കൊടുക്കാം. ഇനി ഓരോ സൈഡിലും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്താഷ്യോസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. പിസ്താഷ്യോ തിരമസ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഡെക്കറേറ്റ് ചെയ്ത തിരമസ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് കലവറ ഫ്ലേവേഴ്സ്. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.